അപ്പോൾ ദാ നമ്മളെ ചമ്മന്തി അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ 2 ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹായ്, ഇന്ന് നമ്മൾ ഒരു അടിപൊളി റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എമിക്കുട്ടൻ ഉണ്ടല്ലേ, എമിക്കുട്ടൻ ഉണ്ടാണ്. പിന്നെ എന്താ പറയാ, എല്ലാവർക്കും ഇഷ്ടാവൂലേ പച്ച മാങ്ങ. ഈ പച്ച മാങ്ങ ഇട്ടിട്ട് എന്തുണ്ടാക്കിയാലും എല്ലാവർക്കും ഇഷ്ടാവൂലേ. അതുപോലെ തന്നെ എനിക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് പച്ചമാങ്ങ. അവളെ വീട്ടിലില്ല, കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണ്. 2 പച്ചമാങ്ങ ഉണ്ട്. പിന്നെ വീട്ടിലുണ്ടാവണ മരത്തുമെന്ന് ഇഷ്ടാണോ? വീട്ടില് മരത്തുമെന്ന് ഉണ്ടാക്കി അത് മരത്തുമ്മ ഉണ്ടാവുന്നത് പൊട്ടിച്ച് നമ്മൾ ചമ്മന്തി അരക്കണതും കറി വെക്കണതും വേറെ ടേസ്റ്റാണ്. പക്ഷെ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാലും മാങ്ങന്റെ ടേസ്റ്റ് ഒക്കെ ഇതിന് കിട്ടും. അപ്പോൾ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് മാങ്ങക്കാലത്ത് ഞാൻ കൂടുതൽ ഉണ്ടാക്കുന്നതാണ് മാങ്ങ കൊണ്ട് കറി ഉണ്ടാക്കും. മീനൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കും. പിന്നെ പച്ചമീനൊക്കെ വാങ്ങുമ്പോൾ അതിലൊക്കെ ഈ മാങ്ങയാണ് പുളിക്ക് പകരിടുക. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മിമ്മ അരക്കണ ചമ്മന്തി. അമ്മിമ്മയാണ് നമ്മൾ ഈ ചമ്മന്തി അരക്കാൻ പോണത്. അപ്പോൾ അതാ ചെമ്മീനുണ്ട്. ഇത് ചെമ്മീൻ. ഇപ്പോൾ ഇത് ചെമ്മീൻ മാങ്ങയൊക്കെ ഇട്ട് ചമ്മന്തി അരക്കുമ്പോൾ നമുക്ക് ആസ്വദിച്ച് ചോറ് കഴിക്കാം, വേറൊരു കറിയും വേണ്ട. പക്ഷെ നമുക്ക് ആസ്വദിച്ച് ചോറ് കഴിക്കണമെങ്കിൽ എന്താണ്, ആ ഉണ്ടാക്കണ നല്ല വൃത്തിയും വെടിപ്പൊക്കെ ഉള്ളത് സാവധാനം. ചെമ്മീൻ എന്നൊക്കെ പറഞ്ഞാൽ പച്ചക്ക് ഉണക്കിയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതിൽ ഒരുപാട് അഴുക്കുകളുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറയാം, ജസ്റ്റ് ഇത് ഒന്നാണ് കഴുകിയാലും ഇതൊന്നും പോകൂല. എന്നാലും നമ്മളൊന്ന് കഴുകിയിട്ട് കഴുകിയിട്ടാണ് ഇത് വറുക്കണത്. ഇത് കഴുകി വറുത്തിട്ടാണ് നമ്മൾ ചമ്മന്തി അരക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴുകും, വറുക്കും. അതുപോലെ ഈ മാങ്ങ ചെത്തും. പിന്നെ ഉണക്കമുളക് വറുക്കുകയോ ചുടുകയോ ചെയ്യും. അങ്ങനെ ഇതിട്ടിട്ടാണ് ചമ്മന്തി അരക്കണത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നാളികേരം നമുക്ക് ഇട്ടിട്ട് ചമ്മന്തി അരക്കാം, അതും ടേസ്റ്റ് ആവും കേട്ടോ. യമ്മിക്കുട്ടാ. അപ്പോൾ ഇന്നത്തെ ചോറിനുള്ള കറി അറിയുന്നത് മാങ്ങ ചമ്മന്തിയാണ്. ചെമ്മീനും ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ട് മാങ്ങ ചമ്മന്തി. യമ്മിക്കുട്ട അവിടെ വന്നൊരു ഹായ് പറഞ്ഞ വാ. ഇതാ യമ്മിക്കുട്ടൻ ഇവിടെ ഉണ്ട്, രാവിലെ തന്നെ ഇതാക്കണേ. ഒന്ന് കുനിയ്. ദാ വായ. പിന്നെ കുഞ്ഞാണിയൊക്കെ എന്നെ വായതാന്ന് വിളിക്കുക. അപ്പൊ ഓന്നെ വായാന്ന് വിളിക്ക. വായ വിളിക്കും. അപ്പൊ എന്നാ എല്ലാരും വരി, നമുക്ക് ചമ്മന്തി അരക്കണത് എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. എല്ലാരും വരി. അപ്പോൾ മക്കളെ, ഞാൻ ചെമ്മീന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളെ കഴുകിയിട്ടുള്ള ചെമ്മീന് ഇതാ തുടച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ എന്താണെന്നറിയോ, നമ്മൾ ഈ ചമ്മന്തിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ഭക്ഷണമാണെങ്കിലും നമുക്കൊക്കെ അറിയാലോ, ഉണക്കമീനൊക്കെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുമ്പോൾ അത് എത്രമാത്രം വൃത്തി ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിച്ചാൽ അറിയാം. അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഉണക്കണാണ്. പക്ഷെ അപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടിയിട്ട് നമ്മളത് നല്ലോണം വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു സമാധാനമാണ് അല്ലേ, ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. ഇത് കഴുകാതെ ഒന്നും ആരും വറുത്ത് ചമ്മന്തി അരക്കുക കറി വെക്കുക ചെയ്യരുത്. ഇതിപ്പോൾ ഞാൻ കഴുകിയപ്പോൾ ഒരുപാട് അഴുക്ക് ഇതിന്ന് പോയി, മണ്ണും മണലും ഒക്കെ പോയിട്ടോ. കാണുമ്പോൾ ചെമ്മീൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴുകുമ്പോൾ അതിന് കിട്ടുന്ന അഴുക്കും മണലൊന്ന് കാണേണ്ട തന്നെയാണ്. അപ്പം ഇത് ഞാൻ നല്ലതുപോലെ കിലുകിലേനൊന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ. നമ്മുടെ ചെമ്മീൻ വറുത്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളകും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി മാങ്ങ ഒന്ന് പൂളിയെടുക്കട്ടെ കേട്ടോ. മാങ്ങ ചെത്തിയിട്ടൊന്ന് പൂളിയെടുക്കട്ടെ. കൂട്ടുകാരെ, നമ്മൾ മാങ്ങ ചമ്മന്തി അരക്കാൻ ആദ്യം ഞാൻ ചെമ്മീനും മാങ്ങയും ഉണക്കമുളകും ഉപ്പിട്ടിട്ട് വെറും മാങ്ങ ഇട്ടിട്ടാണ് അരക്കാൻ പോണത്. രണ്ടാമത്തെ ചമ്മന്തി എന്ന് പറയുന്നത് മാങ്ങയും ചെമ്മീനും ഉണക്കമുളകും നാളികേരം ഉണ്ട് കേട്ടോ. 2 വിധത്തിലുള്ള ചമ്മന്തിയാണ് നമ്മൾ അരക്കാൻ പോണത്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള ചമ്മന്തികൾ അരക്കലുണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാ അമ്മീമ്മ അരച്ചിട്ടുള്ള ചമ്മന്തി എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആവും കേട്ടോ. ഒരു മിനിറ്റ്. പാളാക്ക് എടുക്കട്ടെ. അയ്യോ, ഒരു മുളക് ചാടി. അത് അരച്ചതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ മാങ്ങ അങ്ങനെ കുത്തി കൊടുക്കാം. എമിക്കുട്ട മാറിക്കാൻ എമിക്കുട്ട മേത്തേക്ക് തെളിക്കും. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് എരിവുള്ള ചമ്മന്തിയാണ്. നാളികേരം ഇടുമ്പോൾ ഇത്ര എരിവ് ഉണ്ടാവില്ല കേട്ടോ.
എമിക്കുട്ടന് ചമ്മന്തി വേണോ? മതി, അത്ര നിങ്ങൾക്ക് അത്ര മുളക് വേണ്ടട്ടോ. എമ്മി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മാങ്ങ നല്ലതുപോലെ അരിഞ്ഞിട്ടില്ല, കാരണം മാങ്ങ ഒന്ന് ചതഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. കാരണം നല്ലോണം അരിഞ്ഞാൽ മാങ്ങ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് ചതച്ച് എടുത്തതാണ്. ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല, മാങ്ങ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കടിക്കാൻ വേണം, അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. രണ്ടാമത്തെ ചമ്മന്തി അരക്കാൻ പോവുകയാണ് നമ്മൾ. പിന്നെ ചെമ്മീനും മുളക് കുറച്ചിട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഇത് എരിവ് കുറഞ്ഞ ചമ്മന്തിയാണ് കേട്ടോ രണ്ടാമത് നമ്മൾ അരക്കാൻ പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ പാളാക്ക് എടുക്കാം, എന്നാൽ നമ്മളെ കൈ എരിയില്ല. ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക, ഈ ചമ്മന്തി ആയിരിക്കും കൂടുതൽ പേർക്കും ഇഷ്ടമുണ്ടാകുക, കാരണം ഇത് എരിവ് കുറവാകും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിക്ക് നാളികേരം ഇട്ട് കൊടുക്കുക. വേഗത്തേക്ക് മാറും കുഞ്ഞു മാറി. ആ കഷ്ണം ഇട്ടെടുക്കട്ടോ. അപ്പൊ ഈ ഒരു ചമ്മന്തി എന്ന് പറയുന്നത് നാളികേരം ഇട്ടിട്ടുള്ളതാണ്. എമ്മിക്കുട്ട മാറ്, തെറിക്കുന്നത് മേത്തക്കേ. ഇപ്പൊ മിക്സിയിൽ അരക്കുകയാണെങ്കിൽ പെട്ടെന്ന് തീരും, പക്ഷെ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ അമ്മിമേൽ തന്നെ അരക്കണം. വേണ്ടേ എമ്മിക്കുട്ട? വേണ്ടേ? എമ്മിക്കുട്ടന് ചമ്മന്തി ഇഷ്ടാണോ? ഇഷ്ടാണോ? ആ എന്തേ? മാങ്ങ തേങ്ങ ചമ്മന്തി. ആർക്കാണിത്? എമിക്ക? ഇങ്ങോട്ടേക്ക് ഇതിൽ കുറച്ച് എരിവിട്ടിട്ടുള്ളൂ കേട്ടോ, കൂട്ടട്ടോ. അപ്പോൾ അതാ നമ്മളെ ചമ്മന്തി അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങനെ 2 ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഞാനും എമ്മിക്കുട്ടനും ചോറുണ്ടാണ് അമ്മിമ്മന്ന്. എമ്മിക്കുട്ടൻ ഒരു ഉരുള ചോറ് കഴിച്ചു, ഇനി രണ്ടാമത്തെ ഉരുള ചോറ് കഴിക്കുകയാണ്. ടേസ്റ്റ് ഉണ്ടോ? ഞാനും കഴിക്കട്ടെ. നീ വേണം? ടേസ്റ്റ് ഉണ്ട്. ചമ്മന്തി കുറച്ച് തരട്ടെ? ഇനിയാണോ? നീ ചോറ് കൊണ്ടുവരണോ? ഇനി മതി, നീ ചെറിയ തരട്ടെ? നീ വേണോ? എന്നാ കൊണ്ടുവരാ. ഉറപ്പാണോ? കുട്ടിന്റെ ബാക്കിലുണ്ട്. ഇതിന്റെ ബാക്കിലുണ്ടല്ലേ, അതാ പടക്കട്ടനി ഒക്കെ കഴുക. ബിസ്മി ബിസ്മി ചൊല്ലി കഴിച്ചതാണ്, എന്നാലും ബിസ്മി. അമ്മിപ്പാത്രം
രേമിക്കുട്ടാ ഇഷ്ടായോ? അടിപൊളി. ഇനി പോരെ? ഇനി പോരെ? ഇനി വേണോ? വേണോ? വേണ്ടേ? വേണ്ടല്ലേ? ടേസ്റ്റ് ഉണ്ടോ? മതി. മതില്ലേ? മതിയോ? ഇന്നത്തെ ചോറ് തീറ്റ അമ്മയും വന്ന് കഴിഞ്ഞു. മതിക്കാം.